കറണ്ടില്ല, വെള്ളമില്ല, ലിഫ്റ്റ് ഇല്ല. ഞങ്ങൾക്ക് കയറിപ്പോയി കിടക്കാൻ ഒരിടയില്ലാതാക്കി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ നസീറയും നെവിനും ഇവിടെ മെഡിക്കൽ കോളേജിനടുത്ത് ഒരു ലോഡ്ജ് നടത്തിക്കൊണ്ട് വരികയായിരുന്നു. അപ്പോൾ അവരെ സമീപിച്ചുകൊണ്ട് ഒരാൾ ഷൈജു എന്ന് പറയുന്ന ഒരാൾ അവരെ സമീപിക്കുകയും തിരുവനന്തപുരം നഗരഹൃദയത്തിൽ തന്നെ ഒരു കെട്ടിടം എടുത്തു നൽകി അതിനെല്ലാ സൗകര്യങ്ങളും എടുത്തു നൽകാമെന്ന് പറഞ്ഞ് അവരെ സമീപിക്കുകയുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 മാസം മുമ്പ് ഈ പറയുന്ന പൈസയും എല്ലാം കൊടുത്തിരുന്നു. പക്ഷേ ആ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല, ഒരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. കഴിഞ്ഞ 56 ദിവസമായിട്ട് ആ കെട്ടിടത്തിന് മുമ്പിൽ ഈ പറയുന്ന ഭക്ഷണം പോലും കഴിക്കാതെ ഇരുട്ടിലും മഴയും വെയിലും എല്ലാം കൊണ്ട് അവർ കഴിയുകയാണ്. ഇപ്പം നസീറയും നെവിനും മിടുമ്പുചേരിയാണ്. എന്താണ് ശരിക്കും സംഭവം? ഞങ്ങളുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് എമൗണ്ട് 5 ലക്ഷം രൂപ വാങ്ങി പെട്ടെന്ന് പണി തീർത്ത് തരും. പണി തീർത്ത് തന്നതിന് ശേഷം മാത്രം റെന്റ് കൊടുത്ത് മതി എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അയാൾ പണിയും ചെയ്തു തന്നില്ല. അപ്പോൾ 1 മാസത്തോളം പോയിട്ടും പണി ചെയ്തു തരുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾ വാടക എടുത്തിട്ട് ബാക്കി അഡ്വാൻസ് എമൗണ്ട് തരുമെന്ന് പറഞ്ഞപ്പോൾ അഡ്വാൻസ് എടുക്കല്ല. പിള്ളേരെ 4-5 സ്റ്റാഫുണ്ട്. ആ സ്റ്റാഫിൻ്റെ അടുത്ത് അവനാണ് സാക്ഷി ഒപ്പിട്ടത്. ആ സ്റ്റാഫിൻ്റെ അടുത്ത് ഞാൻ കേട്ട്, മക്കളെ നീ ഇതൊക്കെ എഴുതിയല്ല, എന്തുകൊണ്ട് നീ AC ഹീറ്റർ ഒന്നും ഇതിൽ മെൻഷൻ ചെയ്തില്ല, ഓൾ ഫർണിഷ്ഡ് എന്ന് എഴുതുമ്പം പിന്നെ അതും കൂടി എഴുതണോ കേട്ടത് എന്ന് പറഞ്ഞ് അവനാണ് ചതിച്ചത്. അല്ല, അമ്മാവന് സംശയം. ഉമ്മ ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു ലോഡ്ജ് നടത്തുകയായിരുന്നു. അവിടുന്ന് പുതിയൊരു ലോഡ്ജിലേക്ക് ഇവിടേക്ക് അയാൾ തന്നെ കൊണ്ടുവരുന്നത്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ സമീപിച്ചത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നും പറഞ്ഞ് സമീപിച്ചത് മാത്രമല്ല, ചെന്നൈയിൽ നിന്ന് മുന്നോട്ട് വണ്ടി കയറ്റി വിട്ടിട്ടുണ്ട്. എത്രയും 6 ദിവസം കൊണ്ട് AC വെച്ച് വരുമെന്ന് പറഞ്ഞ് 2 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. ഒന്നുമേ ചെയ്തില്ല. എന്താണ് ഈ കെട്ടിടത്തിന്റെ അവസ്ഥ? എന്താണ്? കറണ്ടില്ല, വെള്ളമില്ല, ലിഫ്റ്റ് ഇല്ല. ഞങ്ങൾക്ക് കയറിപ്പോയി കിടക്കാൻ ഒരിടയില്ലാതാക്കി എത്ര രൂപയാണ് മൊത്തം പറഞ്ഞിരുന്നത്? എത്ര രൂപ കൊടുത്തു? 75,000 രൂപ റൂം റെന്റ്, 5 ലക്ഷം രൂപ അഡ്വാൻസ്. 75,000 രൂപ കൊടുക്കണമെങ്കിൽ അതിന് തക്ക നമ്മുടെ റൂം സ്റ്റുഡൻസിന് കൊടുക്കണ്ടേ, എങ്കിലല്ലേ അവർ വരുള്ളൂ. എന്നാലും കുഴപ്പമില്ല, അത് എടുത്തിട്ടെങ്കിലും ബാക്കി അഡ്വാൻസ് തിരിച്ചു തന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ മന്ത്രിമാരൊക്കെ ഇവിടെ വന്നു, 2 രൂപ നിങ്ങൾക്ക് എല്ലാ ഉറപ്പുകളും നൽകിയിട്ട് പോയി. പക്ഷേ ഇനിയിപ്പോൾ മുമ്പോട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? ഇപ്പോൾ ഇത്രയും നാൾ ഈ 56 ദിവസങ്ങൾ എന്താണ് ചെയ്തിരുന്നത്? പോലീസിനെ കോൺടാക്ട് ചെയ്യുക, അവരിടയ്ക്കിടയ്ക്ക് ഒന്ന് കറണ്ട് കട്ട് ചെയ്യും, പോലീസ് വന്ന് ശരിയാക്കി തരും. വീണ്ടും ഇത് ഈ പിള്ളേരാണ് ചെയ്യണം. പിള്ളേർ വേറുള്ള പിള്ളേരെ വിട്ട് ചെയ്യിക്കും, മനസ്സിലായ? അവന്മാർക്ക് ഇവിടെ വന്നാൽ പോലീസ് പിടിക്കും. ഇത്തിരിയെങ്കിലും ഭയക്കണ്ടേ അവർക്ക്? അതിനകത്ത് ആളുണ്ട് പോലീസ് സ്റ്റേഷനകത്ത്. അതുകൊണ്ടാണ് ഇത്രയും വിലസനത. ഈ ഷൈജുവിനെ പിന്നീട് എപ്പോഴെങ്കിലും കോൺടാക്ട് ചെയ്യാനോ എന്തെങ്കിലും നോക്കിയിരുന്നു? എന്താണ് പറയുന്നത്? 100,000 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അവൻ എടുക്കത്തേ ഇല്ല. ഉടനെ അവൻ്റെ സ്റ്റാഫിനെ വിളിച്ച് പറയും എന്നെ ശല്യം ചേരുന്ന പറയണം അവളുടെ അടുത്ത്. അവന്മാർ പറയും നിങ്ങളിങ്ങനെ അവരെ വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വേറെ റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? റിലേറ്റീവ് എല്ലാവരും അവനവൻ്റെ ജീവിതം നോക്കി ഒതുങ്ങി ഒരു കുടുംബത്തിൽ ഞങ്ങൾ 11 ഓരോരുത്തരും ഓരോ സ്ഥലത്ത്. അത് അവരവരെ അന്നം നോക്കണേ. ഞാനും ഉമ്മായി മാത്രം തന്നെയാണ് ഉള്ളത്. ഉമ്മ സെപ്പറേറ്റഡ് ആണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. അതുകൊണ്ട് തന്നെ അങ്ങനെ അധികം ആരുമായിട്ടും വലിയ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. എനിക്ക് കൂടുതൽ ഇപ്പോൾ എൻ്റെ കല്യാണത്തിന് പോലും ഫ്രണ്ട്സും ഒക്കെ ടീച്ചേഴ്സൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു വരുമാനമാർഗ്ഗമാണ് മുമ്പിൽ മുട്ടി നിൽക്കുന്നതല്ലേ? വരുമാനമാർഗ്ഗം മാത്രമല്ല, എൻ്റെ പഠിത്തവും എല്ലാം ഹോൾഡിലാണ്. എന്താ പഠിക്കുന്നത്? ഞാൻ PhD സ്കോളറാണ്. അപ്പോൾ എൻ്റെ തീസിസ് എഴുതാനോ ഡേറ്റ ചെയ്യാനോ ഒന്നിനും പറ്റില്ല. അവസ്ഥയിലാണ്. അതെ. ഒരു ഉപജീവനമാർഗം നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് നസീറയും നെവിനും. ഇവർ ഒരു ഹോം സ്റ്റേ നടത്തുകയായിരുന്നു. ആ പുതിയൊരു ഹോം സ്റ്റേ ഇവിടെ നടത്താമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷൈജു ഇവരെ സമീപിച്ചത്. എന്നാൽ ഈ ഹോം സ്റ്റേ നൽകിയത് മാത്രമല്ല, അവിടെ ഒരു സൗകര്യം പോലും ഇല്ലാതെയാണ് ഇവർക്ക് ഈ കെട്ടിടം നൽകിയിട്ടുള്ളത്. ഭക്ഷണം പോലും കഴിക്കാതെ കുറേ ദിവസങ്ങളായിട്ട് ഇവരുടെ കഴിയുകയാണ്. ആ വേദനയാണ് ഇവർ പങ്കുവെച്ചത്. ഉണ്ണി പാലാടിക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, മീഡിയ 1.